Welcome to Srinarayana Guru Open University degree classes. In this session, we are discussing the first unit from the second block of the paper Introduction to Mass Communication. ഈ ഒരു യൂണിറ്റിൽ നമ്മൾ മാസ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മാസ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമ്മൾ മാസ് കമ്മ്യൂണിക്കേഷന്റെ ഡെഫിനിഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. So, what's the definition of mass communication? Mass communication is the process of transmitting information, ideas, or messages to a large and diverse audience by using various media channels such as print, broadcast, digital, or social media. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ് നമ്മളിപ്പോ കണ്ടത്. അതായത് മാസ് മീഡിയ അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ ഓഡിയൻസിനെ, ഒരു മാസ് ഓഡിയൻസിനെ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, മാസ് ഓഡിയൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ഐഡിയയോ ഒരു മെസ്സേജോ ഒരു ഇൻഫർമേഷനോ ഒരു വലിയ ഓഡിയൻസിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ് ആണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന ചാനൽ എന്ന് പറയുന്നത് അത് പ്രിന്റഡ് ആയിട്ടുള്ള മെത്തേഡിൽ യൂസ് ചെയ്യാവുന്നതാണ്, അതുപോലെ ബ്രോഡ്കാസ്റ്റ് മെത്തേഡിൽ യൂസ് ചെയ്യാവുന്നതാണ്, ഡിജിറ്റൽ മെത്തേഡിൽ, സോഷ്യൽ മീഡിയ, ഇങ്ങനെയുള്ള വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള റൂട്ടിലൂടെ നമുക്ക് മാസിനോട് സംവദിക്കാവുന്നതാണ്. സോ ഇതാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മാസ് കമ്മ്യൂണിക്കേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് വൈഡ് റീച്ച്. അതായത് ഇതിന്റെ ആക്സസിബിലിറ്റി എന്ന് പറയുന്നത് ഇതൊരു ഒരേ സമയത്ത് വലിയ ഒരു പോപ്പുലേഷനെ നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ഒന്നോ രണ്ടോ ആളുകളോട് സംവദിക്കുന്നത് പോലെയല്ല, അറ്റ് എ ടൈം നമുക്കൊരു വലിയ ഒരു ഡിസ്പേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു വലിയ കൂട്ടത്തോട് നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റും. എന്ന് മാത്രവുമല്ല, ദിസ് ഓഡിയൻസ് ഷുഡ് ബി ഹെട്രോജിനിയസ് നേച്ചർ. ഒരു ഹെട്രോജിനിയസ് നേച്ചർ ഉള്ള ഓഡിയൻസിനോടാണ് നമ്മളിവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഉദാഹരണത്തിന് ഒരു ന്യൂസ് ചാനലിനെ എടുത്താൽ അത് വലിയ ഒരു ജനവിഭാഗത്തോട് ഒരേ സമയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇതിന്റെ നെക്സ്റ്റ് നേച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് റിലീസ് ഓൺ ടൂൾസ് ലൈക്ക് ടെലിവിഷൻ, റേഡിയോ, ന്യൂസ് പേപ്പർ, ഓൺലൈൻ മാഗസിൻ എക്സെട്ര. അപ്പൊ ഇവിടെ നമുക്ക് ഒരു സെക്കൻഡ് പാർട്ടി അല്ലെങ്കിൽ ഒരു മീഡിയേറ്റർ ഉണ്ട്. ഒരു മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷൻ ആണിത്. പറയാനുള്ള ആളോട് നേരിട്ട് സംവദിക്കുന്നത് എങ്ങനെയാണ്? അതൊരു ഇടത്തട്ടുകാരൻ, ഇപ്പൊ ഒരു ബുക്കിലൂടെ അല്ലെങ്കിൽ ഒരു മൂവിയിലൂടെ, ഒരു ന്യൂസ് ചാനലിലൂടെ, ഇങ്ങനെ ഒരു മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷൻ ആണ് ഈ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഇംപേഴ്സണൽ നേച്ചർ ഉള്ളതാണ് ഈ പറയുന്ന മാസ് കമ്മ്യൂണിക്കേഷൻ. അതായത് ഇംപേഴ്സണൽ നേച്ചർ എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് പേഴ്സണൽ ഇന്ററാക്ഷൻസ് ഒന്നും ഇവിടെ ഉണ്ടാവുന്നില്ല. മറിച്ച് അത് ഏതെങ്കിലും ഒരു ചാനൽ വഴി അത് ആ ഒരു മെസ്സേജ് കൺവേ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ദെൻ വൺ ടു മെനി എന്നതാണ് ഇതിന്റെ കമ്മ്യൂണിക്കേഷന്റെ ഫോം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാസ് കമ്മ്യൂണിക്കേഷന്റെ ഒരു നേച്ചർ ആണ് ഇത്. വൺ ടു മെനി, ഒന്നിൽ നിന്ന് ധാരാളം ആളുകളിലേക്ക് ഒരേ സമയത്ത്, അതായത് ഒരു ചാനലിൽ നിന്ന്, ഒരു ന്യൂസ് ചാനലിലെ ന്യൂസ് കേൾക്കുന്നത് ഒരേ സമയത്ത് ഒരുപാട് പേര് കേൾക്കുന്നുണ്ട്. അതായത് ഒന്നിൽ നിന്ന് ഒരുപാടിലേക്കുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്മിറ്റിംഗ് പ്രോസസ് ആണ് ഇവിടെ മാസ് കമ്മ്യൂണിക്കേഷനിൽ സംഭവിക്കുന്നത്. ദെൻ ഡിലേഡ് ഓർ ലിമിറ്റഡ് ഫീഡ്ബാക്ക്, ഇതിന്റെ ഒരു നെഗറ്റീവും കൂടെയാണ് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഈ ഓഡിയൻസിന്റെ റെസ്പോൺസ് അപ്പോഴേക്കപ്പോഴേ കിട്ടുന്നില്ല. ഇപ്പോഴൊക്കെ നമ്മള് ലൈവ് സെഷനുകളും ലൈവായിട്ടൊക്കെ മെസ്സേജുകൾ അയക്കാൻ പറ്റുമെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസിന്റെ റെസ്പോൺസസ് അറിയിക്കാമെങ്കിൽ പോലും അതിന് ഒരുപാട് പരിമിതികളുണ്ട്. ഈ ഓഡിയൻസിന്റെ റെസ്പോൺസ് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ നിരാകരിക്കാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ ഡിലേഡ് റെസ്പോൺസ് ആണ് ഇവിടെ വരുന്നത്. ഇനി ഒരു സ്റ്റാൻഡർഡൈസ്ഡ് കണ്ടന്റ് ആയിരിക്കും എപ്പോഴും ഒരു മാസ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. ഒരു മെസ്സേജ് ഒരു ക്രാഫ്റ്റഡ് ആയിരിക്കും. അതിന്റെ അപ്പീല്, അതിന്റെ ഓഡിയൻസിന്റെ നേച്ചർ, ഇതൊക്കെ വെച്ചിട്ട് പ്രത്യേകം എന്താണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന ഒരു കണ്ടന്റ് ആയിരിക്കും മാസ് കമ്മ്യൂണിക്കേഷനിൽ ഉള്ളത്. ദെൻ യൂസ് ഓഫ് ടെക്നോളജി ആണ് മറ്റൊന്ന്.
ടെക്നോളജിയുടെ ഉപയോഗം മാസ് കമ്മ്യൂണിക്കേഷനെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഒന്നാണ്. ടെക്നോളജിയുടെ ഉപയോഗം നമ്മൾ ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ്, എത്ര ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകളാണ് നമ്മൾ പ്രയോഗിക്കുന്നത് അല്ലെ. ദെൻ പ്രൊഫഷണൽ കണ്ടന്റ് ക്രിയേഷൻ, അതായത് ഇതില് ടിപ്പിക്കലി നമ്മൾ ഈ ഒരു മാസ് കമ്മ്യൂണിക്കേഷനിൽ ഇടപെടുന്നവർ അല്ലെങ്കിൽ അതിന്റെ മെസ്സേജ് നൽകുന്നവർ ഈ ഒരു പ്രത്യേക മേഖലയിൽ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഏബിൾ ആയിട്ടുള്ള ആളുകളായിരിക്കും. ഒരു പ്രൊഫഷണൽ ടച്ച്, അതായത് ഒരു പ്രൊഫഷണൽസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ജേർണലിസ്റ്റുകളെ അല്ലെങ്കിൽ എഡിറ്റർമാരെ ഒക്കെയാണ് നമ്മൾ ഇവിടെ കണക്കാക്കേണ്ടത്. അപ്പോൾ ആ ഒരു മേഖലയിൽ പ്രൊഫഷൻസി ഉള്ള ആളുകളായിരിക്കും. ദെൻ പബ്ലിക് ആക്സസിബിലിറ്റി, അത് തന്നെയാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു പബ്ലിക് ആക്സെപ്റ്റൻസി അല്ലെങ്കിൽ ഒരു പബ്ലിക് ആക്സസിബിലിറ്റി മാസ് കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. മറ്റൊന്ന് സ്റ്റിമുലേറ്റ്നെസ് ട്രാൻസ്മിഷൻ, മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് സ്റ്റിമുലേറ്റഡ് ട്രാൻസ്മിഷൻ ആണ്. അതായത് മെസ്സേജ് ഒരു ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെടുന്നത് മൾട്ടിപ്പിൾ പീപ്പിളിന് അറ്റ് ദ സെയിം ടൈം ലൈവും അല്ലെങ്കിൽ ഇവന്റുകളൊക്കെ ആയിട്ട് അറ്റ് എ ടൈം സബ്മിറ്റ് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുകയാണ്. ഇനി ഇതിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഈ മാസ് മീഡിയയുടെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് അതിന് ഇക്കണോമിക് ഇൻഫ്ലുവൻസ് ഉണ്ട്, അതുപോലെ സൊസൈറ്റിയുടെ മേലെ പലതരത്തിലുള്ള ഇൻഫ്ലുവൻസും ഒരു മാസ് മീഡിയക്ക് മാസ് കമ്മ്യൂണിക്കേഷന് ചെലുത്താനായിട്ട് സാധിക്കും. അത് വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ആണ്. നമുക്ക് മറ്റൊരു യൂണിറ്റിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് ഡിസ്കസ് ചെയ്യാം. ഇവിടെ നമ്മൾ പഠിച്ചത് എന്താണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിച്ചത്. ദിസ് ഈസ് അബൌട്ട് ദിസ് യൂണിറ്റ്. താങ്ക് യു.